അപ്പൊ അങ്ങനെ ചെയ്താൽ മതി, ഞാൻ വിളിക്കാം. ചേട്ടേ എന്തായാലും കഴിച്ചാലോ, നല്ല വിശപ്പ്. പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ കറി? തേങ്ങാ ചമ്മന്തി, തേങ്ങ അരച്ച മീൻകറിയുണ്ട്. ഇതിനും വേണ്ടും തേങ്ങ എവിടെ നിന്നാ നിങ്ങൾക്ക്? അത് വീട്ടിൽ 3-5 തെങ്ങുണ്ട് ചേട്ടായി. ഇഷ്ടംപോലെ തേങ്ങ കിട്ടുമോ? ഇഷ്ടംപോലെ കുറച്ചൊക്കെ കിട്ടും. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ തേങ്ങ ഇല്ലാണ്ടേ തേങ്ങ അരച്ച കറിയൊക്കെ കൂടിയിട്ട് കാലം കുറേ വല്ലപ്പോഴും ഒരെണ്ണം കഴിച്ചാലായി. തേങ്ങയ്ക്ക് ഇതിന് മാത്രം വിലയുണ്ടോ? തേങ്ങക്ക് വിലയുണ്ടോന്നോ? നീ വാ, കോട്ടയത്തെ മാർക്കറ്റിൽ കാണിച്ചു തരാമോ തേങ്ങയുടെ വില. വീട്ടിൽ ഒന്നിലധികം തെങ്ങുണ്ടെങ്കിൽ തേങ്ങയുടെ വില അത്ര കാര്യമായി കുടുംബ ബജറ്റിനെ ബാധിക്കില്ല. നഗരത്തിൽ തിങ്ങിപ്പാർക്കുന്നവർക്ക് തെങ്ങിനെ കുറിച്ച് ചിന്തിക്കാനും കഴിയില്ല. അപ്പോൾ പിന്നെ ആശ്രയം മാർക്കറ്റിലെ ഹോൾസെയിൽ കടകളാണ്. ഞങ്ങൾക്ക് ഒരു നിവൃത്തി ഇല്ലാത്തവരാ. ഇവിടെ വന്നാണ് പൊട്ടി തേങ്ങ മേടിച്ചോണ്ട് പോകാമല്ലോ. 100-100 രൂപ കൊടുത്താൽ അങ്ങനെ മേടിക്കാൻ ഓർത്ത് വന്നതാ. ഇവിടുത്തെ അവസ്ഥ എന്താ വെച്ചാൽ തേങ്ങ അരയ്ക്കാതെ കറി ഉണ്ടാക്കുക അല്ലേ ചെയ്യാൻ പറ്റൂ. തേങ്ങ ചേർക്കാത്ത കറി മലയാളിക്ക് അത്ര പഥ്യമല്ല. അപ്പോൾ പിന്നെ കുറഞ്ഞ ചിലവിൽ തേങ്ങ വാങ്ങിക്കാനുള്ള പെടാപ്പാടാണ്. തേങ്ങ ഇല്ലാത്ത കറി ഒരു പരിപാടി ചിന്തിക്കാൻ പറ്റത്തില്ല. എല്ലാ കറിക്കും തേങ്ങ വേണം. അതുകൊണ്ട് തേങ്ങ എങ്ങനെയും വില കുറയണം. വില എത്രയൊക്കെ ഉയർന്നാലും കേര കർഷകർക്ക് മെച്ചമില്ലെന്ന യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം. സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിക്കണം. അതായത് സംഘടിത മേഖലയെ മാത്രമേ ഇപ്പം ഇവർ പരിപോഷിപ്പിക്കാൻ നോക്കുന്നുള്ളൂ. ഈ ഒറ്റപ്പെട്ട ചെറിയ കർഷകരെ നോക്കുന്നില്ല, വ്യാപാരികളെ നോക്കുന്നില്ല. ഇടനിലക്കാരുടെ ചൂഷണവും പൂഴ്ത്തിവെപ്പും തേങ്ങ വില കൂടാൻ കാരണമായിട്ടുണ്ട്. കർഷകർക്ക് വില കിട്ടണം, അത് ന്യായമാണ്. എന്ന് പറഞ്ഞാൽ തന്നെ ഇടനിലക്കാർ കണ്ടമാനം ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. ചെറിയ വ്യാപാരികൾ ആകപ്പാടെ ബുദ്ധിമുട്ടില്ല. ഇവിടുന്ന് 75 രൂപ കൊടുത്ത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാലേ അവിടെ 80 രൂപയ്ക്ക് കൊടുക്കാൻ നമുക്ക് പറ്റുമില്ല. ഈ സാധാരണക്കാരായ ഞങ്ങളുടെ കർഷകരാണ് ഈ ചെറുകിട വ്യാപാരികളുമായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. തേങ്ങ അരക്കാത്ത കറിയെക്കുറിച്ച് മലയാളിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. തേങ്ങയുടെ ദൗർലഭ്യമാണ് വില ഇങ്ങനെ കുത്തനെ ഉയരാൻ കാരണം. വില പിടിച്ചു നിർത്താൻ സർക്കാർ ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ മലയാളിയുടെ പോക്കറ്റ് കീറിക്കൊണ്ടേയിരിക്കും. ജിത്തു കൃഷ്ണയ്ക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.